അവരെന്റെ കേക്ക് നശിപ്പിച്ചു. എന്നിട്ട് എന്റെ ചക്കി അത് ചെയ്തെന്ന് പറയാനുള്ള അടവായിരുന്നു അവർക്ക്. ആന്റി, നമുക്ക് അവരെ വെറുതെ വിടാൻ പാടില്ല. അതിന് ആരാ അവര് വെറുതെ വിടുന്നത്? കൊടുക്കണ്ടേ മമ്മി അവർക്കൊരു പണി? നമുക്ക് എന്റെ മക്കൾ തീരുമാനിക്ക് അവർക്ക് എന്ത് പണി കൊടുക്കണമെന്ന്. ചിന്നൂസേ, അടുത്ത പണി നടന്നു വരുന്നുണ്ട്. നടന്നു വരട്ടെ. അതിനു മുന്നേ നമുക്ക് ബസ്സിൽ കയറിയിട്ടേ അവർക്ക് പണി കൊടുക്കാം. എന്നാലും ആ ചക്കിക്ക് കൊടുത്ത പണി നമ്മുടെ കൂട്ടുകാരി കാരണം തന്നെ മുടങ്ങിപ്പോയി. അതെ അതെ, ആ പെണ്ണുങ്ങളുടെ ആക്രാന്തം. ആന്റി പറ ആന്റി, അവർക്ക് എന്ത് പണി കൊടുക്കണം? നിങ്ങൾ തന്നെ തീരുമാനിക്ക്. എന്തായാലും അവര് ചക്കിക്ക് വെച്ച പണി അവർക്ക് തിരിച്ചടിച്ചു. ഇപ്പൊ ഒന്ന് അടങ്ങിക്കാണും ആ വിറ്റകള്, നാശൂലങ്ങള്. ഇല്ലാണ്ടി, അവര് അങ്ങനെ ഇങ്ങനെയൊന്നും അടങ്ങിയിരിക്കില്ല. അവർ നമുക്കെതിരെ അടുത്ത പണി തരാൻ നോക്കായിരിക്കും. അവരിങ്ങോട്ട് വരട്ടെ പണിയുമായി. അതെ അതെ, അതിനു മുന്നേ നമുക്കൊരു ഒന്നൊന്നര പണി തന്നെ അവർക്ക് കൊടുക്കണം. എപ്പോഴും അങ്ങനെ അവര് മാത്രം ജയിച്ചാ പോരല്ലോ. പക്ഷെ മീനു, നമ്മൾ അവർക്ക് എന്ത് പണിയാ കൊടുക്കാ? നിക്കടി, അതിനൊക്കെ അവസരം നമുക്ക് വരുമെന്ന്. ഇടി, എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ ഐഡിയ? വേഗം പറയേ. ഞങ്ങളും കേക്കട്ടെ. പറ ചക്കി. വേണ്ട വേണ്ട, അതിപ്പോ പറയണ്ട, ഞാനേ പിന്നെ പറഞ്ഞു തരാം. അയ്യോ, അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റൂല. അതെ അതെ, എന്ത് പണിയാണെന്ന് അറിഞ്ഞിരിക്കായിരുന്നു. ചിന്നു, ഇനി എന്ത് പണിയായിരിക്കും? ദുഷ്ടത്തില് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. മീനു, നിന്നെ കാണാനേ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പോ. അല്ല മമ്മി? അല്ലെങ്കിലും അവൾ സുന്ദരി തന്നെയല്ലേ. എന്റെ മോള് കഴിഞ്ഞാ പിന്നെ അവൾ തന്നെയല്ലേ സുന്ദരി. ആ ചിന്നുവിനൊക്കെ എന്തിനാ പറ്റിയ? അതെ അതെ, ഏറ്റവും കൂടുതൽ സുന്ദരി ചക്കിയ, അത് കഴിഞ്ഞിട്ട് മീനു. എന്തൊരു തള്ളാണ് ഇവര് തള്ളണത്. അതെന്താ ആന്റി, ചക്കിനത്തെ സുന്ദരിയല്ലേ ഞാന്? അതല്ല മോളെ, നിനക്ക് നിന്റെ മമ്മിയുടെ സൗന്ദര്യല്ലേ കിട്ടിയിട്ടുണ്ടാവുക. ചക്കിക്കാണെങ്കിൽ എന്റെ സൗന്ദര്യം അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സിംഗപ്പൂരൊക്കെ അല്ലായിരുന്നോ? അവിടെ ഞങ്ങൾ അടിപൊളി ജീവിതമായിരുന്നു. ഇവിടെ വന്നിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടി നിറമൊക്കെ കുറഞ്ഞു പോയത്. അവിടെ ഞങ്ങൾ നല്ല തൂവെള്ള കളറായിരുന്നു. അത് ശരിയല്ല ആന്റി, ഞാൻ നല്ല സുന്ദരിയാണെന്നാണ് എന്റെ മമ്മി പറയാറ്. അത് പിന്നെ മോളെ മമ്മിക്ക് മോള് തന്നെ ആവുമല്ലോ സുന്ദരി. അപ്പൊ ചക്കിയുടെ മമ്മിക്ക് വെറുതെ തോന്നിയതാ ചക്കിയ സുന്ദരി, ഞാനല്ലേ സുന്ദരി എന്ന്. മമ്മി, മീനോട് വഴക്ക് കൂടല്ലേ. മീനാണ് സുന്ദരി എന്ന് എന്നോട് പറഞ്ഞതാ. ഞാൻ വഴക്കൊന്നും കൂടിയില്ല മോളോ, ഞാൻ സത്യം പറഞ്ഞതല്ലേ. ആന്റി, എന്റെ നീം ചേച്ചിയേക്കാളൊക്കെ സുന്ദരി ഞാനാണ് എന്റെ വീട്ടില്. ആണല്ലോ, അവറ്റുകളൊക്കെ എന്താ വേറും എല്ലും തൊലിയും. ഐറ്റങ്ങൾക്കൊന്നും നേരെ വന്ന ഭക്ഷണം കൊടുക്കാറില്ലേ നിന്റെ മമ്മി? ഓ ആന്റി, അതിപ്പോ മോഡലല്ലേ, ഭക്ഷണം കഴിക്കാതെ അവർ തടി കുറക്കാണ്. അതെ അതെ മമ്മി, എനിക്കും എന്റെ തടിയൊക്കെ ഒന്ന് കുറക്കണം. എന്റെ മോള് തടിയൊന്നും കുറക്കണ്ട, എന്റെ മോള് എങ്ങനെയാണെങ്കിലും സുന്ദരിയാ. അപ്പൊ ആന്റി ഞാനോ? മീനു, നീ സുന്ദരിയാ മീനു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ മോളെ നിന്റെ കൂടെ കൂട്ടിയത്. നീ സുന്ദരി തന്നെ മോളെ, അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ കൂടെ ചക്കി വിടുന്നത്. നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ ഇരട്ടകളാന്നേ പറയുള്ളൂ. രണ്ടുപേരും നല്ല ഭംഗിയുണ്ട്. ഞാൻ ചിന്നുവിന്റെ ഒന്നും കൂടെ ഇവിടെ വിടാറേ ഇല്ലല്ലോ. അത് എന്തുകൊണ്ടാ? മീനുവിനെ കണ്ടാലേ നല്ല കുട്ടിയാണെന്ന് തോന്നും. ഓ, ആ ചിന്നുവിനെയും മിന്നുവിനെയൊക്കെ കണ്ടാലും മതി. എന്നിട്ട് എന്താണാവോ ഞങ്ങളെ ഇവിടെ തന്നെ താമസാക്കിയത് ഇവര്? അതൊക്കെ ചോദിച്ചാൽ ചിന്നൂസിന് നമുക്ക് വേണ്ട വേണ്ട, അമ്മ ചീത്ത പറയും. അമ്മയുടെ ആകെയുള്ള നാത്തൂനല്ലേ എന്ന് മാത്രമല്ലേ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് മീനുവിന്. അതെന്താ ആന്റി, വേറെ ഡ്രസ്സൊന്നും എനിക്ക് ചേരാറില്ലേ? അതല്ല മോളെ, ഇത് ഒന്നുകൂടി ചേരുന്നുണ്ട് ഈ കളർ നിനക്ക്. നിന്റെ മുടിയും നിന്റെ മുഖമൊക്കെ റോസ് കളറായിട്ടുണ്ട്. അതെയല്ലേ മമ്മി? മമ്മി, നമുക്ക് താഴോട്ട് പോവാ. അതെ അതെ, അവിടെ ആളുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. മമ്മി, കേക്ക് എത്തിയാവോ? എത്തിക്കാണും. നേരത്തെ അല്ലേ ആ ആമി ഓർഡർ ചെയ്തത്. ഇനി എങ്ങനത്തെ കേക്കാണാവോ? നേരത്തെ എന്റെ കേക്ക് നല്ല കേക്കായിരുന്നു. ഇപ്പൊ ചിലപ്പോ അതിനേക്കാൾ നല്ല കേക്കാവും മീനു. എന്തായാലും ഞാൻ അവരെ വെറുതെ വിടില്ല. അവർക്കിട്ടൊരു പണി അത് നിർബന്ധാണ്. കൊടുത്തിരിക്കും ഞാൻ. വേണം മീനു, വേണം. അതെ അതെ, നിന്റെ ബർത്ത്ഡേയാണ് അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനുള്ള പകരം വീട്ടിരിക്കണം മോളെ. അതെനിക്ക് അറിയാണ്ടി. ഞാൻ അവിടെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനും മമ്മി കൂടെ തന്നെ ഉണ്ടാവും മീനു. എന്റെ മമ്മി തന്നെയാണ് ഒന്നും ചെയ്യണ്ട പറഞ്ഞോണ്ടിരിക്കും. നിന്റെ മമ്മി പിന്നെ അങ്ങനെയാണല്ലോ. നിന്റെ മമ്മിക്ക് മകളിനെ കാട്ടിയാലും കുഴപ്പമില്ല, അവരെ ഒന്നും പറയില്ല. ശീലാവതികളല്ലേ അവര്. മീനുവിന്റെ മമ്മി പാവാ, ആന്നെ ഒന്നും പറയില്ല. അപ്പൊ ചക്കി ഞാനോ? എന്റെ മമ്മി പിന്നെ സൂപ്പർ അല്ലേ. അതെ അതെ, എനിക്ക് ചക്കിയുടെ മമ്മിയുടെ പോലെ ഒരു മമ്മിയെ കിട്ടി.
പറ്റില്ലല്ലോ. എന്റെ മമ്മീനെ എനിക്ക് ഇഷ്ടമല്ല. എന്ത് പറഞ്ഞാലും സാരല്ല മോളെ സാരല്ല മോളെ എന്ന് പറയും. ശരിയാവും മോളെ. എന്ത് ശരിയാവാൻ? ഞാൻ കുറെ നോക്കിയതാ. എത്ര പറഞ്ഞാലും മമ്മി അങ്ങനെ തന്നെയാ. അതിന് എന്റെ മമ്മിയെ കണ്ടു പഠിക്കാൻ പറ മീനുവിന്റെ മമ്മിയോട്. അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. ഒന്നിനെ കൊണ്ടന്നെ നമുക്ക് പറ്റില്ല. അല്ല പിന്നെ അപ്പോ നല്ല സൂപ്പർ കേക്ക് നന്നായിട്ടുണ്ട് അല്ല നീതു? ആ കുഴപ്പമില്ല. ആദ്യത്തെ കേക്ക് ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു. അതിന് ആ പെണ്ണുങ്ങളെ നശിപ്പിച്ചില്ലേ? മിണ്ടാതിരിക്ക് നീതു. അത് കഴിഞ്ഞില്ലേ? ഇപ്പൊ വേറെ കേക്ക് വാങ്ങിയില്ലേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഓ ഇവരോട് പറയുമ്പോ എന്നെ പറഞ്ഞാ മതിയല്ലോ. മോളെ കേക്ക് സൂപ്പർ ആയിട്ടില്ലേ? ഇനി കേക്ക് മുറിച്ചാലോ? ആ കുഴപ്പമില്ല. എന്തായാലും ആദ്യത്തെ കേക്ക് തന്നെയായിരുന്നു ഉഷാറ്. സാരമില്ല മൃദു. ഇപ്പോൾ കിട്ടിയതും നല്ല കേക്ക് തന്നെയാ. ആമിയുടെ ഫ്രണ്ട് അല്ലേ ഉണ്ടാക്കിയത്? അതെ അതെ, ഇതവൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ടാ. അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായി ഉണ്ടാക്കിയേനെ. അതന്നെയാ ഞാൻ പറഞ്ഞത്. എത്ര പെട്ടെന്ന് ആ കുട്ടീനെ ഉണ്ടാക്കിയത്, അതും ഇത്ര മനോഹരമായി. മമ്മി മതി, ഒന്ന് നിർത്ത്. കേക്ക് സൂപ്പറാന്ന് പറഞ്ഞതേ മീനിനെ അത്ര ഇഷ്ടായിട്ടില്ല, അതാണ്. അതെ അതെ, നമുക്ക് അടിയൊന്നും കിട്ടിയില്ലല്ലോ, അതാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ഇതാ മീന് കേക്ക് മുറിക്കാൻ പോവാ. മോളെ ഇനി എല്ലാവർക്കും കേക്ക് കൊടുത്തേ. പിന്നെന്താ കൊടുക്കാതെ മമ്മി. മോളെ ചക്കി നമ്മുടെ ഗിഫ്റ്റ് എടുത്തിട്ട് വാടി മോളെ. ഇപ്പൊ കൊണ്ടുവരാം മമ്മി. മീനു ഫസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയാ മതി കേട്ടോ. അത്രേ ഉള്ളൂ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീ തന്നിട്ട് തന്നാ മതി. ആരും അല്ലാത്ത ഗിഫ്റ്റ് ഒന്നും ഞാൻ സ്വീകരിക്കില്ല. ചിന്നു നമ്മുടെ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കണ്ട ചിന്നു. ഓടി നമ്മളെ വശമാക്കും. മോളു നോക്കി നിൽക്കാതെ വേഗം എടുത്തിട്ട് വാടി. മീനു ഇത് ഗിഫ്റ്റ്. അവള് പറഞ്ഞതല്ലേ ഫസ്റ്റ് ചക്കിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുള്ളൂ. പിന്നെന്താ മീ? ഓ അങ്ങനെ അവളുടെ കൂട്ടുകാരില്ലേ, അത് കുഴപ്പമില്ല. എന്നിട്ട് വാങ്ങിയാ മതി. അതെ അതെ, അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അവൾ തന്നിട്ട് തന്നാ മതി. ആരും എനിക്ക്. മോളെ അങ്ങനെയൊന്നും പറയില്ലേ. സാരില്ലാണ്ടി, അവള് കൊച്ചല്ലേ. ഞാൻ കൊച്ചൊന്നല്ല. എനിക്ക് ചക്കിയെ ഭയങ്കര ഇഷ്ടാ. അവള് ഫസ്റ്റ് തന്നാ മതി, അതാ. അഹങ്കാരി. സാരില്ല കുഞ്ഞപ്പോ, ഓള് കുറച്ചേരം അഹങ്കാരം കാണിക്കട്ടെ. ഓള് അഹങ്കാരം നമുക്ക് ഇപ്പൊ തീർത്ത് കൊടുക്കേ. നമ്മളെ ഗിഫ്റ്റിലല്ലേ പണി. ആ അതാ പിന്നെ എന്റെ ഒരു സമാധാനം. കൊടുക്കട്ടെ, ചക്കി തന്നെ ആദ്യം ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഓളെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നല്ലോണം സന്തോഷിക്കട്ടെ അവള്. എന്റെ മോളെന്താ ഇനിയും വരാത്തെ? ആ ചെയ്ക്കാൻ പിടിച്ച പെണ്ണ് അവിടെ മനഃപൂർവ്വം എവിടെയും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും, നമ്മളെയൊക്കെ സമയം കളയാൻ വേണ്ടിട്ട്. പാത്തു എന്താ മോളെ പറഞ്ഞേ? ഒന്നുമില്ല, ഓള് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതല്ലേ ഞാന്. അതെ അതെ, എല്ലാവരും അങ്ങനെ പറയാറുണ്ട് അവള് നല്ല കുട്ടിയാണെന്ന്. അത് കുട്ടികളെ കാണാത്ത ആരെങ്കിലും ഇരിക്കും. എന്ത് പാത്തു, അവള് നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയാണ് ചീത്ത കുട്ടിയാണെന്നൊക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ച്. അത് ശരി, വെറുതെ അല്ല നിന്നെ കാണാൻ ഇത്ര താമസിച്ചത്. നീ എന്താ ഡ്രസ്സൊക്കെ മാറിയാണോ വന്നേ? അത് മമ്മി, ആ ഡ്രസ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ചൂടെടുക്കണോ. എനിക്ക് ആ ഡ്രസ് തന്നെ മതി. അതൊന്നും ആവൂല. ഓൾക്ക് കേക്കില് കമിഴ്ന്ന് വീഴാനായിരിക്കും. പുതിയ ഡ്രസ്സിലൊക്കെ ആവൂലേ? സത്യം അതിനേക്കും. ചക്കി വേഗം തന്നോ. ഇതാ എന്റെ പ്രിയ കൂട്ടുകാരിക്ക്. താങ്ക് യു. ഇനി എല്ലാവരും ഗിഫ്റ്റ് ഇവിടെ വെച്ചോളൂ. ഇനി എന്തായാലും പ്രശ്നമില്ല. നമ്മുടെ പണി ഏൽക്കുന്നുണ്ട്. അയ്യോ ആ പെട്ടി എന്താ ഇളകണേ? ചിന്നു എന്താ പണി കൊടുക്കാൻ